ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പോകണമെന്ന് എഴുതിയ ഒരു അമ്പലമാണ് കാട്ടുമേക്കതിൽ അമ്പലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇന്ന് പോവാണേ. അപ്പോൾ ഞാനും ദേവുട്ടി ഇവിടെ റെഡിയായി. ഇനി ദേവുട്ടിയുടെ അമ്മവും പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും മോളും റെഡിയായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ അവരും വന്ന് ഞങ്ങളിങ്ങനെ സ്റ്റോപ്പിലേക്ക് നടക്കുവാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. ചേച്ചിയും മോളും ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൂട്ടുപിടിച്ചു കേട്ടോ, ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം കുറേ നേരമൊക്കെ ദേവുട്ടിയെ ഞാൻ എടുത്തുകൊണ്ട് വരണമെങ്കിലും കുറച്ച് നേരമൊക്കെ ദേവുട്ടി നടന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റോപ്പിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് ബസ് കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ ഡയറക്റ്റ് കായംകുളത്ത് വന്നിറങ്ങി കേട്ടോ. കായംകുളത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വന്നതുമല്ല, ഇവിടെ നമുക്ക് പോകാനുള്ള ബസ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓടിപ്പോയി ആ ബസ്സിൽ കയറി കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞിനെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ബസ്സിൽ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ബഹളം വെക്കുമോ കരയോ എന്നൊക്കെ ഓർത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തി. പിന്നെ നമുക്ക് ഈ ഗംഗാറ് കയറിയിട്ട് വേണം അപ്പുറത്ത് ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ വന്നതുമല്ല, നല്ല തിരക്കാണ്, നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല തിരക്ക്, നല്ല ആൾ. പിന്നെ അങ്ങനെ ക്യൂ തൊഴിൽ ഇറങ്ങി. പിന്നെ നമുക്ക് മണിപരിപാടൊക്കെ ഉണ്ടായിരുന്നു. മണിയൊക്കെ വാങ്ങിച്ച് അവിടെ കെട്ടി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബജിക്കട ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ കോളിഫ്ലവർ ബജിയും പിന്നെ കുലുക്കി സർബത്തും ഒക്കെ കുടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്തെ കട പാനിപ്പൂരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പാനിപ്പൂരി കൂടി വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ പോയി ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ അടുത്തോട്ട് പോകാനോ കളിക്കാനോ ഒന്നും കുഞ്ഞ് സമ്മതിച്ചില്ല. കുഞ്ഞിനാണ് തിരയുടെ സൗണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ദൂരെ നിന്നെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നേരെ സൂര്യാമ്മയാണ് കുഞ്ഞിനെയും കൊണ്ട് ഒരു കടയിൽ പോയിട്ട് ഒരു ബോളൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ആൾ. അവിടെ ചെന്നപ്പോൾ ആൾക്ക് ബബിൾ കൂടി വേണം. പിന്നെ അതും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അതിന് ഭയങ്കര നിർബന്ധമായിരുന്നേ. പിന്നെ ഞാനും പൊന്നൂസും കൂടി ചെറിയ ഷോപ്പിങ്ങിന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ മാലയും വളയും കമ്മലും പിന്നെ എനിക്ക് വേണ്ടി 2 വളയും ഒക്കെ എടുത്തു കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഗംഗാറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഗംഗാറ് വന്നു. പിന്നെ നമ്മൾ അവിടെ കയറി അക്കരെ എത്തി കേട്ടോ. അക്കരെ എത്തി നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പിലേക്ക് പോയേ. അവിടെ ചെന്നതുമല്ല, നമുക്ക് കായംകുളത്തോട്ടുള്ള ഡയറക്റ്റ് ബസ് കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ അതിൽ കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടി കയറിയതല്ല, ദേവുട്ടിയാണെങ്കിൽ ഉറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ കായംകുളത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി നേരെ നമ്മളൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത് കേട്ടോ. നല്ല വിശപ്പായിരുന്നു. രാവിലെ ഒരു വക കഴിക്കാതെ പോയത്. ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചുകൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന കായംകുളം പ്രൈവറ്റ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള കിങ് ഫുഡ് കോർണർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു ഇവിടുത്തെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ മഴയൊക്കെ തോന്നി കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വീണ്ടും ബസ് കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് കയറി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.